സ്ഥാനമാനങ്ങളോ നല്ല സൗന്ദര്യമോ നല്ല മെഡലുകളോ നല്ല പേരും പെരുമയോ ആളുകൾ നിങ്ങൾക്ക് ഒരുപാട് സ്ഥാനമാനങ്ങൾ, ഇതൊന്നും അർത്ഥമില്ല. ദൈവവുമായിട്ടുള്ള ബന്ധമില്ലെങ്കിൽ ദൈവത്തെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഇതിനൊന്നും യാതൊരു വിലയില്ലെന്ന പ്രവാചകൻ പരിശുദ്ധാത്മാവിൽ നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണല്ലോ ഈശോ തന്നെ പറയുന്നത്, ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനമെന്ന് പറയാം. ഈ ലോകം മുഴുവൻ നേടിയാൽ, അതായത് ഈ ലോകം മുഴുവൻ നേടി നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ, അതൊരു കാര്യത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ദൈവം കൂടെ ഇല്ലെങ്കിൽ പിന്നെ നിന്റെ ജീവിതത്തിന് അർത്ഥമൊന്നുമില്ല. ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും ദൈവം കൂടെ ഇല്ലെങ്കിൽ ശരിക്കുള്ള പ്രശ്നം വരുമ്പോൾ നീ ഒറ്റപ്പെട്ടു പോകും. ശരിക്കും പ്രശ്നങ്ങൾ വരും, ജീവിതത്തിൽ ചില പ്രശ്നം വരുമ്പോൾ ദൈവത്തിന്റെ ആവശ്യം വരും. ചില മക്കൾക്ക് പ്രാർത്ഥന വേണ്ട, പള്ളി വേണ്ട, വരും, നിനക്ക് ആവശ്യം വരും. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യം വരും. നോക്കിക്കോ, ദൈവത്തിന്റെ ആവശ്യം എപ്പോഴാണ് ദൈവത്തിന്. നീ സ്നേഹിച്ച്, നീ വിശ്വസിച്ച ആളിന് ചതി ഉണ്ടാകുമ്പോൾ, നീ ആത്മാർത്ഥ കാണിച്ച ആൾ നിന്നെ ഉപദ്രവിച്ച് കഴിയുമ്പോൾ, നീ ഒത്തിരി ഡിപ്പെൻഡ് ചെയ്തിരുന്ന പല ആളുകളും നിന്നെ ഉപദ്രവിക്കുമ്പോഴാണ് നിനക്ക് ദൈവത്തിന്റെ. ചില മക്കളോട് മക്കളെ ദൈവത്തെ തള്ളിപ്പറയും, പരിഹസിക്കും. പള്ളിപ്പോ അച്ഛന്മാരെയൊക്കെ മെത്രന്മാരെയൊക്കെ ചീത്ത വിളിക്കും, പരിഹസിക്കും. മോനെ ഒത്തിരി പരിഹസിക്കരുത്. ദൈവത്തിന്റെ ആവശ്യം വരും നിനക്ക്. ദൈവത്തിന്റെ ആവശ്യം വരും നിനക്ക്. ഉറപ്പുള്ള കാര്യം, എനിക്ക് പണമുണ്ട്, എനിക്ക് ദൈവം വേണ്ട, പള്ളി വേണ്ട, കുർബാന വേണ്ട, കുദാശ വേണ്ട, വിശ്വാസമൊന്നും വേണ്ട, ഞാനാണ് എന്റെ ജീവിതം തീരുമാനിക്കുന്നത്. ഞാൻ വളർന്ന വ്യക്തിയാണ്, ഞാൻ ഉയർന്ന വ്യക്തിയാണ്, എന്റെ അഡൾട്ടാണ്, ഞാൻ ജോലി ചെയ്യുന്നതാണ്. അപ്പൊ എനിക്കെന്തിനാ വരും നിനക്ക് യേശു ക്രിസ്തു. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും എല്ലാവരോടും ഈശോയുടെ നാമത്തിൽ അച്ഛൻ പറയാ, എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ ആവശ്യം വരും. എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ ആവശ്യം വരും. അത് 100% ഉറപ്പുള്ള കാര്യം. ദൈവത്തിന്റെ, അതും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആവശ്യം എല്ലാവർക്കും വരും. അതിന് യാതൊരു സംശയമില്ല.